മലപ്പുറം ജില്ലയിലെ പോളിംഗ് ബൂത്തുകളിലും ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ പോളിംഗ് സ്റ്റേഷനുകൾ ക്രമീകരിക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലാണ്. തിരൂർ BP അങ്ങാടിയിലെ GGHHS സ്കൂളിലെ പോളിംഗ് ബൂത്തിലെ ഒരുക്കങ്ങൾ കാണാം. രണ്ടാം ഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകളാണ് ഇനി ബാക്കി. അതിൻ്റെ ഒരുക്കത്തിലാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥരുള്ളത്. പോളിംഗ് സ്റ്റേഷനിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയാണ്. എങ്ങനെയാണ് ഈ നടപടിക്രമങ്ങൾ, എങ്ങനെയാണ് ഈ ഒരുക്കങ്ങൾ ഇവർ ഏർപ്പെടുത്തിയത് എന്ന് നമുക്ക് ഈ ഉദ്യോഗസ്ഥരോട് തന്നെ ചോദിക്കാം. പ്രത്യേകിച്ച് ഈ പ്രായമായവർക്കും മറ്റുള്ളവർക്കൊക്കെ പ്രത്യേക സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥരോട് തന്നെ നമുക്ക് ചോദിക്കാം. ഒരുക്കങ്ങൾ ഇത്തവണ റിട്ടേണിംഗ് ഓഫീസർമാർ വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. ആർക്കും സംശയമില്ലാത്ത രീതിയിലുള്ള റീൽസും വീഡിയോസൊക്കെ തയ്യാറാക്കി അതാത് കേന്ദ്രങ്ങളിലേക്കും വാർഡുകളിലേക്കും എത്തിച്ചിട്ടുണ്ട്. കടന്നു വരുമ്പോൾ ഫസ്റ്റ് പോളിംഗ് ഓഫീസറടുത്ത് ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ID കാർഡുകൾ ഏതാണോ അത് നൽകുന്നു. അവർ പേര് വിളിക്കുന്നു. അത് പോളിംഗ് ഏജൻറ്റുമാർ അത് ഉറപ്പുവരുത്തുന്നു. ശേഷം സെക്കൻഡ് പോളിംഗ് ഓഫീസർ അത് അവരുടെ എപ്പിക് കാർഡിൻ്റെ നമ്പർ രേഖപ്പെടുത്തി ഒപ്പുവെച്ച് തേർഡ് പോളിംഗ് ഓഫീസറുടെ അടുത്തേക്ക് വരുന്നു. തേർഡ് പോളിംഗ് ഓഫീസർ ഇങ്ക് പുരട്ടിയതിന് ശേഷം ബാലറ്റ് ഇഷ്യൂ ചെയ്യുന്നു. ഇപ്പോൾ ഇത്തവണ നമുക്ക് 3 ബാലറ്റ് യൂണിറ്റാണ് ഉള്ളത്. ഒന്ന് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്ന രീതിയിലാണ് ഉള്ളത്. അത് പ്രത്യേക കളറുകളിലാണ്. ഇപ്പോൾ ഗ്രാമപഞ്ചായത്താണെങ്കിൽ വെള്ളയാണ്, ബ്ലോക്ക് പഞ്ചായത്താണെങ്കിൽ പിങ്കാണ്, മറ്റത് നീല കളറിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യം ഒരു സാധാരണഗതിയിൽ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു എൻഡ് ബട്ടൺ കൂടി ഇതിലുണ്ട്. ഒരാൾക്ക് താല്പര്യമില്ലെങ്കിൽ അത് എൻഡ് ബട്ടന് അമർത്തി അത് ക്ലോസ് ചെയ്യും. വേണ്ട, രണ്ടാമത്തെ വോട്ട് ചെയ്യണമെന്നില്ല. ഒന്നാമത്തെ വോട്ട് ചെയ്തു, 2, 3 ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ എൻഡ് പ്രസ് ചെയ്യുന്നതോടുകൂടി അത് ക്ലോസ് ആവും. അത്രയാണ് വരിക. അതിന് നമ്മൾ അണ്ടർ വോട്ട് എന്നാണ് പറയുക. പ്രത്യേക റാമ്പുകൾ സജ്ജീകരിച്ചിട്ടുള്ള ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. അവർക്ക് റാമ്പ് വഴി അകത്തോട്ട് വരാം. ക്യൂവിൽ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. മലപ്പുറത്തെ അവസാനവട്ട ഒരുക്കങ്ങളാണ് കാണുന്നത്. പോളിംഗ് സ്റ്റേഷനുകളിൽ ഒരുക്കങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.